മലയാളത്തിന്റെ പ്രിയ ശ്രീനിവാസൻ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സുഹൃത്തായിരുന്നു. ആ കഥ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ആ സൗഹൃദം തുടങ്ങിയത് രജനി സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പാണ്. സിനിമാ മോഹവുമായി ചെന്നൈയിൽ പഠിച്ചിരുന്ന കാലത്താണ് ശ്രീനിവാസനും ശിവാജി റാവും ഗെയ്വാദും തമ്മിൽ പരിചയത്തിലായത്. ആ ക്യാമ്പസ് കാലം പിന്നീട് ഒരു സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതുമായ അനുഭവം ശ്രീനിവാസൻ പങ്കുവച്ചിരുന്നു. രജനീകാന്തും ശ്രീനിവാസനും ഒരേ കോളേജിലാണ് പഠിച്ചത്. മദ്രാസിലെ ഫിലിം ചേംബറിലായിരുന്നു ഇരുവരും ഒരുമിച്ച് പഠിച്ചത്. ശ്രീനിയുടെ സീനിയർ ആയിരുന്നു രജനീകാന്ത്. മുമ്പും പലപ്പോഴും രജനീകാന്തിനൊപ്പമുള്ള ആ കാലത്തെക്കുറിച്ച് ശ്രീനിവാസൻ മനസ്സ് തുറന്നിട്ടുണ്ട്. അന്ന് ശ്രീനിവാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഒരു വർഷം സീനിയർ ആയിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അന്ന് ഞങ്ങൾക്ക് അയാൾ രജനിയല്ല, ശിവാജി റാവു ഗെയ്ധ്വാദ് എന്ന കർണാടകക്കാരൻ. അഡ്മിഷൻ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും സ്വന്തമായി അവതരിപ്പിച്ച ചില അഭിനയ മുഹൂർത്തങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. പിന്നീട് ക്ലാസ് തുടങ്ങിയ വേളയിൽ അവയെല്ലാം ക്യാമ്പസിലെ സ്ക്രീനിൽ എല്ലാവർക്കുമായി കാണിച്ചു. ഞാൻ അഭിനയിച്ച രംഗം പ്രദർശിപ്പിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ശിവാജി എന്ന എന്റെ സീനിയർ വിദ്യാർത്ഥി അടുത്തുവന്ന് തോളിൽ തട്ടി അഭിനന്ദിച്ചു. "നീങ്ക നന്നായി പണിയിർക്ക്" എന്നായിരുന്നു ആ വാചകം. അഭിനന്ദിച്ച ആളോടുള്ള സ്നേഹവും ബഹുമാനവും അന്ന് തന്നെ എന്റെ മനസ്സിൽ ഇടം നേടി. ക്യാമ്പസിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സിഗരറ്റ് മുകളിലേക്ക് എറിഞ്ഞ് ചുണ്ടിൽ പിടിക്കുന്ന ശിവാജിയെ ഞാൻ പിന്നീട് പലതവണ കണ്ടു. പരിചയം ചെറിയ തോതിലുള്ള സൗഹൃദത്തിന് വഴിമാറിയെന്നും അദ്ദേഹം പറയുന്നു. ആയിടയ്ക്കാണ് ക്ലാസ്സിലെ എന്റെ അടുത്ത സുഹൃത്ത് ശങ്കരൻകുട്ടി ശിവാജിയിൽ നിന്ന് 5 രൂപ കടം വാങ്ങിയത്. വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടന്ന ശങ്കരൻകുട്ടിയെ കാണാൻ ശിവാജി പലതവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് ഒരിക്കൽ ശിവാജി എന്നോട് ഈ കാര്യം പറഞ്ഞു. ചങ്ങാതിയോട് പണം തിരിച്ചു തരാൻ പറയണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് ഒരുവിധം എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ ശങ്കരൻകുട്ടിയോട് ദേഷ്യപ്പെട്ടു പണം തിരികെ കൊടുപ്പിച്ചു. ശിവാജിയെ തേടി മണി ഓർഡറുകൾ എത്തുന്നതിന് ഞങ്ങളെല്ലാം സാക്ഷികളായിരുന്നു. മാസത്തിൽ പലതവണ പോസ്റ്റ്മാൻ അദ്ദേഹത്തെ തേടി വരും. പോസ്റ്റ്മാനെയും കൂട്ടി ശിവാജി കെട്ടിടത്തിന്റെ പുറകിലേക്ക് പോകും. ആദ്യമെല്ലാം അതെന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് മണി ഓർഡർ തുക ആരും കാണാതിരിക്കാനാണെന്ന്. പലപ്പോഴും 1ഉം 2ഉം രൂപയെല്ലാമായിരിക്കും. കർണാടകയിലെ സുഹൃത്തുക്കളും ബസ് ജീവനക്കാരുമെല്ലാമാകും അത് അയക്കുന്നതെന്നും രജനി പറഞ്ഞിരുന്നു. ശിവാജി ഒരു നടനാകുമെന്ന് സ്വപ്നം കണ്ട ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരുമായെല്ലാം ഇപ്പോഴും ബന്ധം തുടരുന്നുണ്ടെന്നും ശ്രീനിവാസൻ പറയുന്നു. ശ്രീനിവാസന്റെ രചനയിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കഥ പറയുമ്പോൾ. മമ്മൂട്ടിയും ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം വിവിധ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. ചിത്രത്തിന്റെ തമിഴ് റീമേക്കായിരുന്ന കുസേലനിൽ രജനീകാന്തും പശുപതിയുമായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത്. ഈ സിനിമയിലേക്ക് രജനി എത്തിയത് ശ്രീനിവാസനുമായുള്ള സൗഹൃദത്തിന്റെ പുറത്താണ്. കഥ പറയുമ്പോൾ എന്ന സിനിമ കണ്ടപ്പോൾ രജനി വൈകാരികമായി തന്നോട് ചോദിച്ചത് ശ്രീനി പറഞ്ഞിട്ടുണ്ട്. ഇത്ര നന്നായി എഴുതുമെന്ന് ആദ്യം അറിഞ്ഞില്ലല്ലോ എന്നാണെന്നും, എന്നാൽ പഠിച്ചിരുന്ന കാലത്ത് തനിക്ക് എഴുതാൻ കഴിയുമെന്ന് അറിയില്ലായിരുന്നുവെന്ന് മറുപടി നൽകിയെന്നും ശ്രീനിവാസൻ പറഞ്ഞു. പിന്നീട് സിനിമയുടെ റീമേക്കിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ രജനി അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചുവെന്നും, എന്നാൽ തന്റെ നിർബന്ധം കാരണം അദ്ദേഹം അഭിനയിച്ചുവെന്നും ശ്രീനിവാസൻ അന്ന് പറഞ്ഞിരുന്നു.